ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ ദേവൂട്ടീൻ്റെ ബർത്ത്ഡേയും തിരുവോണം എല്ലാം കൂടെ ഉള്ളൊരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് തന്നെയായിരുന്നു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു ബർത്ത്ഡേ, പക്ഷെ നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്ത്. അപ്പോൾ അന്ന് രാവിലെ തന്നെ എണീറ്റപ്പോൾ എൻ്റെ പണി ബലൂണൊക്കെ കെട്ടി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതായിരുന്നു. കാരണം അതങ്ങ് വേഗം തീർത്ത് വെച്ചാൽ ആ പണി അങ്ങ് തീരുമല്ലോ. ബലൂൺ കെട്ടാനും വീർപ്പിക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. പിന്നെ സദ്യേൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ ചെയ്ത് വെച്ചത് കൊണ്ട് രാവിലെ എല്ലാം ഒന്ന് സെറ്റാക്കാനുള്ള പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ അവരൊക്കെ ആക്കുമ്പോഴേക്കും ഞാൻ ഈ ബലൂണും ഇതൊക്കെ സെറ്റാക്കാമെന്ന് കരുതി. പിന്നെ എൻ്റെ കുട്ടീൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഒന്നിനും രണ്ടാമത്തെ ബർത്ത്ഡേക്കും അപ്പോൾ മൂന്നാമത്തെ ബർത്ത്ഡേക്ക് ആയാലൊക്കെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഇതുപോലെ ബലൂണൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം മാഷൻ്റെ ഒരു തീമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ മാഷൻ്റെ കുറച്ച് ബലൂണും കേക്കൊക്കെ അങ്ങനത്തെ ആക്കിയിട്ട് ആ ഒരു ഇതിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവൾക്കിഷ്ടം അങ്ങനെ മാഷനെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ മാഷിൻ്റെ കിടക്കട്ടെ എന്ന് കരുതി. കൊച്ചുങ്ങൾക്ക് കുറച്ച് കാലമല്ലേ അങ്ങനത്തെ ഒക്കെ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഏതായാലും അവരുടെ ഇഷ്ടത്തിന് തന്നെ അങ്ങ് ആക്കാമെന്ന് കരുതിയിട്ട് മാഷിൻ്റെ കുറച്ച് ബലൂൺസും കേക്കും ഒക്കെ അങ്ങനെ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഫോയിൽ കർട്ടൻസ് ഉണ്ടല്ലോ, അത് 2 എണ്ണം മേടിച്ചായിരുന്നു. അത് കർട്ടന്മേൽ തന്നെ അങ്ങ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കിലൊരു ഡബിൾ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അങ്ങനെ അങ്ങ് ആക്കുമായിരുന്നു കേട്ടോ. ഈ ബലൂൺസും ഫോയിലും ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓയസിസ് സെൻറ്ററിൻ്റെ ഉള്ളിൽ നിന്നാണ്. അവിടെ ഇതുപോലത്തെ കിട്ടും. വിലക്കുറവെന്നൊന്നും പറയാനില്ല, അത്യാവശ്യം പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ ബലൂൺ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാണ്. ഇപ്രാവശ്യം ഇത്ര ബലൂണേ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഒത്തിരി ബലൂൺസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഇതുപോലെ വെക്കാമെന്ന് കരുതിയിട്ട് വെക്കുവാണ്. അപ്പോൾ നമ്മളെ അടുത്ത് ഉണ്ടായിരുന്നത് തന്നെ ഒരു റിബൺ പോലത്തെ ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാഷിൻ്റെ ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ എണീറ്റ് വന്നപ്പോൾ നല്ല സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഒന്നും കൂടി എണീപ്പിച്ചിട്ട് ഇനി സർപ്രൈസ് ആവുന്ന പോലെ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ആൾ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് നമ്മൾ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നതാണിത്. വലിയ പൂക്കളമൊന്നും ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ളൊരു ഫൈനൽ ലുക്കാണിത്. അപ്പോൾ ദേവൂട്ടീനൊക്കെ ഒരുക്കിയിട്ട് വേഗം 2 ഫോട്ടോസ് എടുത്ത് അരുൺദേട്ടൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും വേഗം ഫോട്ടോസ് എടുത്ത് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് മുറിക്കുക, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക, ഇതൊക്കെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേക്ക് മുറിക്കാനും. മാഷിൻ്റെ കേക്ക് കണ്ടപ്പോൾ അതിലേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറിക്കുന്ന സമയത്താണ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അപ്പോഴേക്കും മുറിച്ച് കഴിക്കും. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കേക്കൊക്കെ കൊടുക്കുവാണ് കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങൾ കേക്കൊക്കെ കൊടുക്കുവാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് മുത്തശ്ശിയാണ് കേട്ടോ, അരുൺദേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ, ദേവൂട്ടീൻ്റെ മുത്തശ്ശിയാണ്. അപ്പോൾ എല്ലാവരും കേക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് ഗിഫ്റ്റൊക്കെ ഇനി പൊളിക്കാനുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ദേവൂട്ടീൻ്റെ ബർത്ത്ഡേ ആകുമ്പോഴേക്കും ഇങ്ങനെ നമ്മൾ കൂട്ടി വെച്ച് കുറച്ച് പൈസയൊക്കെ ആക്കിയിട്ട് എന്തെങ്കിലും അവൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അവൾക്കൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗോൾഡിൻ്റെ. അതാകുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഗോൾഡ് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കരിമണീൻ്റെ കൈച്ചെയിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ അതിലേറെ ഹാപ്പിയായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. കാരണം ഞാനായിട്ട് അവൾക്ക് അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്.
പിന്നെ എപ്പോഴും എനിക്ക് ചിന്തിക്കും, ഞാൻ 3 വയസ്സായതൊക്കെ ഇപ്പം കഴിഞ്ഞ പോലെയാണ് ട്ടോ എനിക്ക് തോന്നുക. ഡെലിവറി ആണെങ്കിലും എല്ലാം എനിക്കിപ്പോൾ കഴിഞ്ഞ പോലെ തോന്നും. എന്തായാലും കൊച്ചിന് 3 വയസ്സായി. എത്ര പെട്ടെന്നാണ് വളരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാൻ വാങ്ങിയ ഗോൾഡിൻ്റെ ഇതാണ് കേട്ടോ, കൈച്ചെയിന്, കരിമണി കൈച്ചെയിൻ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതൊക്കെ അവൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്തൊരു ഫീലിങ്സാണ് കേട്ടോ മനസ്സിൽ കൂടെ പോണത്. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഇങ്ങനെ മനസ്സിൽ കൂടി പോവുകയാണ്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. കാരണം അവൾക്ക് വേണ്ടിയിട്ടൊന്ന് വാങ്ങിക്കൊടുക്കാൻ, എന്നെക്കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അവൾ കുറേ ആയി പറയുന്നു സ്പൈഡർമാനെ വേണം. അപ്പോൾ അമ്മ സ്പൈഡർമാൻ്റെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഷൂ വാങ്ങിയത് ആക്ച്വലി ഗിഫ്റ്റ് അങ്ങനെ ആയിട്ടല്ല, പക്ഷെ ആൾക്കൊരു പെട്ടി പൊട്ടിക്കുന്നത് ഇഷ്ടമാണ്. ഇങ്ങനെ ഗിഫ്റ്റ് പൊളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഷൂവും പെട്ടിക്കുള്ളിൽ വെച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഗിഫ്റ്റായിട്ട് പൊട്ടിക്കാം. എനിക്ക് സർപ്രൈസ് കിട്ടി, ഗിഫ്റ്റ് കിട്ടി, ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പെട്ടീൻ്റെ ഉള്ളിൽ അങ്ങനെ പൊതിഞ്ഞ് ഗിഫ്റ്റ് റാപ്പ് ആക്കിയിട്ട് അങ്ങനെ കൊടുത്തത്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവളെ മാമനും ആൻറ്റിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. യൂണിക്കോണാണ് അവിടെ നിൽക്കുന്നത്. അത് അവർ തലേ ദിവസം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അരുന്നേട്ടൻ്റെ വീട്ടിൽ നിന്ന് അവർ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സിനുള്ള. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം അട്ടപ്പാടി പോയായിരുന്നു, അരുന്നേട്ടൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചെറിയൊരു സെലിബ്രേഷനാണ്, ഞങ്ങൾ വീട്ടുകാർ മാത്രമുള്ള സെലിബ്രേഷൻ. ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഓണത്തിൻ്റെ കൂടെ തന്നെ അങ്ങ് പോയി. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിച്ച് ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ സദ്യ വിളമ്പാണ്, നമ്മൾ തന്നെ വിളമ്പിയിട്ട് എല്ലാം അടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് കഴിക്കാമെന്ന് ഓർത്തിട്ട് എല്ലാം കൂടി വിളമ്പുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് അവർ വേഗം പോയിട്ടോ. അവർക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അവർ വന്നിട്ട് ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ട് അവരങ്ങനെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നേരത്തെ ചോറ് കഴിച്ച് പിന്നെ ഞങ്ങളും കൂടെ കഴിക്കാനും ഇരിക്കുകയാണ്. ഞങ്ങളും കൂടെ കഴിച്ചിട്ട് അവർ പിന്നെ വേഗം പോയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മളെ സെലിബ്രേഷനുള്ളൂ കേട്ടോ. ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുക, ഫുഡ് കഴിക്കുക. അപ്പോൾ പിന്നെ തിരുവോണത്തിൻ്റെ ആകുമ്പോൾ എന്തായാലും നമ്മൾ അതിനായിട്ടൊരു ഒരുക്കമുണ്ട്. അപ്പോൾ അതിൽ തന്നെ അങ്ങ് ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഒരുവിധം എല്ലാം ഉണ്ടാക്കിയായിരുന്നു സദ്യക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വിളമ്പാണ്, ഓരോരുത്തരെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം വിളമ്പി വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മളെ സദ്യ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സദ്യയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. രാവിലെ തന്നെ വെച്ചത് കൊണ്ട് തന്നെ ഉച്ചയായപ്പോഴേക്കും കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയായപ്പോഴേക്കും ദേവുട്ടിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ടോയ് ഉണ്ടല്ലോ, അത് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കിച്ചൺ സെറ്റ് ഉണ്ടല്ലോ, അതായിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോഴും അത് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കളിക്കാൻ. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടെ കൊടുത്ത് സന്തോഷമായി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ.